23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ദൈവം നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങൾക്ക് ഒരു മേശ ഒരുക്കും. അതായത് ദൈവം നിങ്ങളുടെ തെറ്റുകൾ ശരിയാക്കുക മാത്രമല്ല, നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. തീർച്ചയായും അവന് നിങ്ങളെ എവിടെയും ഉയർത്തുവാൻ കഴിയും. പക്ഷേ പലപ്പോഴും നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവൻ നിങ്ങളെ ബഹുമാനിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കള്ളം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പുരോഗതി തടയാൻ ശ്രമിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അവരെക്കുറിച്ച് വിഷമിക്കേണ്ട. ഒരു ദിവസം നിങ്ങൾ സന്തോഷിക്കുന്നത് അവർ കാണും. നിങ്ങളിത് സങ്കല്പിക്കുക, ദൂതന്മാർ പലചരക്ക് കടയിലുണ്ട്. ദൈവം അടുപ്പ് കത്തിച്ച് നിങ്ങളുടെ അത്താഴം തയ്യാറാക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ നിങ്ങളെ ഒരിക്കൽ തള്ളിയിടാൻ ശ്രമിച്ചവർ ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നോക്കി നിൽക്കും. നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കാൻ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാവരും, ഗോസിപ്പർമാർ, കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ, നിങ്ങളെ ബഹുമാനിക്കാൻ വിസമ്മതിക്കുന്നവർ, അവർ ശ്രദ്ധ തിരിക്കുന്നവരാണ്. നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ശത്രുവാണ് അത്. നിങ്ങളെ നിരാശരാക്കാനും നിങ്ങളുടെ സമയവും ഊർജവും അനാവശ്യമായ യുദ്ധങ്ങളിൽ പാഴാക്കാനും വേണ്ടി വരുന്നവരാണ് അവർ. അവർക്ക് നിങ്ങൾ സമയം നൽകരുത്. അത് നിങ്ങളുടെ പോരാട്ടമല്ല. ഉയർന്ന പാതയിൽ തുടരുക. ദൈവം ഇതെല്ലാം നിങ്ങളുടെ കാൽ കീഴിൽ വയ്ക്കും. അവൻ ആ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കും. അവർ നിങ്ങളെ വിധിക്കട്ടെ, അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ, അവർ ഗോസിപ്പ് ചെയ്യട്ടെ. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പ്രശ്നമല്ല. ശാന്തത പാലിക്കുക. ആധികാരികതയിൽ സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രതിജ്ഞാബദ്ധരായിരിക്കുക. അവർ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങളുടെ മൂല്യത്തെയോ നിങ്ങളുടെ സത്യത്തിൻ്റെ സൗന്ദര്യത്തെയോ സംശയിക്കരുത്. നിങ്ങളെപ്പോഴും ചെയ്യുന്നത് പോലെ തിളങ്ങുക. അവർ സംസാരിക്കട്ടെ, അവരുടെ പരിഹാസങ്ങളിലല്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ കണ്ണുവെക്കുക. മുന്നോട്ട് പോകുക. ഇപ്പോൾ കാര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും, നിങ്ങൾ എത്രമാത്രം കുടുങ്ങിപ്പോയാലും, എത്ര ദിവസം നിങ്ങൾ കരഞ്ഞാലും, കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കണമെന്ന് നിങ്ങൾ എത്ര തവണ ആഗ്രഹിച്ചാലും, നിങ്ങൾക്ക് എത്ര നിരാശയോ തകർന്നതോ തോന്നിയാലും, ഇത് എന്നേക്കുമായി നിലനിൽക്കില്ല. മുന്നോട്ട് പോകൂ. എല്ലാവരും നിങ്ങളിൽ നന്മ കാണില്ല. ചില ആളുകൾ നാടകത്തിന് അടിമകളായതിനാൽ ശുദ്ധമായ ഒന്നിൻ്റെ മൂല്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് നിങ്ങളെ വ്രണപ്പെടുത്താൻ അനുവദിക്കരുത്. ആളുകൾ മോശമായി പെരുമാറുകയോ പരുഷമായി പെരുമാറുകയോ നിങ്ങളെ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ അവർ അവരുടെ ഉള്ളിലുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ളത് അല്ല. നിങ്ങളുടെ നിശബ്ദത അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ വാക്കുകൾ പാഴാക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം ഒന്നുമില്ല എന്നതാണ്. ദൈവം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കുമെന്ന് ബൈബിൾ പറയുന്നു. സങ്കീർത്തനം 23-5 വാക്യം പറയുന്നു, എൻ്റെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ ദൈവം എൻ്റെ മുമ്പാകെ ഒരു മേശ ഒരുക്കും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ സഹായിക്കുന്നത് ശത്രുക്കളുടെ സാന്നിധ്യമാണ്. സങ്കീർത്തനം 110-1-2 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ ബലത്തിൻ്റെ വടി അയക്കും. നിന്റെ ശത്രുക്കളുടെ നടുവിൽ വാഴുക. അതുകൊണ്ട് നീ ഭാരങ്ങളാൽ വലയുകയും വിഷമങ്ങളാലും ജീവിത സമ്മർദ്ദത്താലും എതിർപ്പിൻ്റെ ഭാരത്താലും ഭാരപ്പെട്ടവനുമായിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുക. അവനിൽ വിശ്രമമുണ്ട്. ഇരിക്കുക. നിന്റെ കാലുകൾ ഉയർത്തിപ്പിടിക്കുക. ദൈവം നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമെന്ന് ഇതിനകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ബലമോ ഫ്രൂട്ട്ഫുൾനെസ്സോ കാണാത്ത വന്ധ്യയായ സ്ത്രീയോട് യെശയ്യാവ് 54 പറയുന്നു, പാടുക, പാടുക, പൊട്ടിച്ചെറിയുക, ഉറക്കെ നിലവിളിക്കുക. വിവാഹിതയായ സ്ത്രീയേക്കാൾ ശൂന്യയായവരുടെ മക്കൾക്ക് കൂടുതലായിരിക്കും. ദൈവം അവളോട് പറയുന്നു, അനുഗ്രഹത്തിനായി ഒരുങ്ങുക. നിന്റെ കൂടാരം വിശാലമാക്കുക. നിന്റെ വാസസ്ഥലം നീട്ടുക. പിടിച്ചു നിൽക്കരുത്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുട്ടികളെ ശക്തിപ്പെടുത്തുക. നീ വലത്തോട്ടും ഇടത്തോട്ടും എക്സ്പാൻഡ് ചെയ്യും. നിന്റെ സന്തതികൾ ജാതികളെ അവകാശമാക്കുകയും നശിച്ച നഗരങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിക്കപ്പെടുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ ഭൂതകാലത്തിലെ നിന്ന ഇനി നീ ഓർക്കുകയില്ല. നിന്റെ സ്രഷ്ടാവ് നിന്റെ ഭർത്താവാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവൻ്റെ നാമം. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. അവൻ മുഴുവൻ ഭൂമിയുടെയും ദൈവമാണ്. യേശു ഇതിനകം ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. വളർച്ചയുടെയോ പ്രത്യാശയുടെയോ ദൃശ്യമായ അടയാളമില്ലാത്ത ഒരു വന്ധ്യയായ സ്ത്രീയോട് സന്തോഷിക്കാനും ഒരുങ്ങാനും സമൃദ്ധി പ്രതീക്ഷിക്കാനും ദൈവം ഇപ്പോൾ പറയുന്നു. അതുകൊണ്ട് ശരിയായ കാഴ്ചപ്പാട് നിങ്ങൾ നിലനിർത്തുക. അതാണ് ദാവീദ് ചെയ്തത്.
എല്ലാ വശങ്ങളിലും ശത്രുക്കളെ നേരിട്ടിട്ടും സങ്കീർത്തനം 59 അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ ശത്രുക്കളെയും വിജയത്തോടെ നോക്കും. ചിലരെയല്ല, എല്ലാവരെയും നോക്കും. കാര്യങ്ങൾ ഇതുവരെ നിങ്ങളുടെ കാൽക്കീഴിലാണെന്ന് തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ വിശ്വാസത്താൽ നടക്കുന്നു, കാഴ്ചയിലൂടെയല്ല. നിങ്ങളൊരു ജേതാവിനേക്കാൾ കൂടുതലാണ്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളിലുള്ളവൻ. ദൈവത്തിന് എല്ലാ ശക്തിയുമുണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ നിങ്ങൾക്ക് എതിരാകാൻ ധൈര്യപ്പെടുന്നത് ആരാണ്? നിങ്ങൾ ദുർബലരല്ല, നിങ്ങൾ ശക്തി നിറഞ്ഞവരാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. യുദ്ധം ആദ്യം ജയിക്കുന്നത് അവിടെയാണ്, നിങ്ങളുടെ ചിന്തയിൽ. ഗോലിയാത്ത് ദാവീദിന്റെ ഇരട്ടി വലിപ്പമുള്ളവനാണെങ്കിലും കൂടുതൽ പരിചയസമ്പന്നനും മികച്ച ആയുധധാരിയുമാണെങ്കിലും ദാവീദ് ഭയപ്പെട്ടില്ല. തന്റെ സഹോദരന്മാരുടെ നിരാശയോ ശൗൽ രാജാവിന്റെ സംശയമോ തന്നെ തടയാൻ അവൻ അനുവദിച്ചില്ല. ദാവീദ് ഗോലിയാത്തിന്റെ ശക്തിയിലോ സ്വന്തം അപര്യാപ്തതയിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ അവനെ നേരിടാൻ അവന് ധൈര്യമുണ്ടാകുമായിരുന്നില്ല. പകരം അവൻ ഗോലിയാത്തിനെയല്ല, ദൈവത്തെ ഭയപ്പെട്ടു. അതിനാൽ എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തുക. ഇത് അമിതമാണ് എന്ന് സ്വയം പറയുന്നത് നിർത്തുക. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ദിശയിൽ ശ്വസിക്കുക എന്നതാണ്. ദൈവം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ പാദപീഠമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചലനായിരിക്കണം. അവൻ ദൈവമാണെന്ന് അറിയുക. നിങ്ങൾ ഉത്കണ്ഠാകുലരാകുമ്പോൾ, എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ, ബലങ്ങൾ നിർബന്ധിക്കുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾ സ്വയം ക്ഷീണിതരാകുന്നത്. ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നീ എൻ്റെ യുദ്ധങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ എൻ്റെ തെറ്റുകൾ തിരുത്തുമെന്നും എനിക്കറിയാം. അങ്ങനെ പറയാൻ വിശ്വാസം ആവശ്യമാണ്. ദൈവം നിന്നെ നീതീകരിക്കും. നിനക്ക് നിന്നെ നീതീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ നീതീകരിക്കും. അവൻ അത് ചെയ്യുമ്പോൾ അത് നിനക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന എന്തിനേക്കാളും വലുതും മധുരമുള്ളതും കൂടുതൽ പ്രതിഫലദായകവും കൂടുതൽ ബഹുമാനം നൽകുന്നതുമായിരിക്കും. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, നിങ്ങളെ തള്ളിവിടാൻ ശ്രമിച്ച ആളുകളെ തന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ഒരു വലിയ കസേരയിൽ ചാരി കാലുകൾ ഉയർത്തി നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ ചാരി നിൽക്കുന്നതായി സങ്കല്പിക്കുക. കാരണം അതാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. അത് നിങ്ങളുടെ കാലുകൾക്കടിയിലാണ്. നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ അവന്റെ ശക്തിയിലാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്തൊക്കെ നേരിടുമ്പോഴും ഇത് ഓർമ്മിക്കുക. അത് നിങ്ങളുടെ കാലുകൾക്കടിയിലാണ്. അത് ശാശ്വതമല്ല, അത് താൽക്കാലികമാണ്. നിങ്ങളിലുള്ള ശക്തി നിങ്ങൾക്കെതിരായ ശക്തിയേക്കാൾ വലുതാണ്. ശരിയായ കാഴ്ചപ്പാട് നിങ്ങൾ നിലനിർത്തൂ. നിങ്ങളുടെ ദൈവം സർവശക്തനാണ്. ഈ വീഡിയോ നിങ്ങളെ ബലപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.